അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എവിടെ പോയി ഇന്നലത്തെ കാർമേഘങ്ങളൊക്കെ? മഴയായി പോയില്ലേ? ഇന്നലെ രാത്രി മഴ പെയ്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എന്താണെന്നറിയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് മുങ്ങി ഇരുളടഞ്ഞ് ജീവിതം നയിക്കുന്ന ഒരു ജനതയിലേക്ക് സത്യമാർഗത്തിന്റെ പൊൻകിരണങ്ങൾ പൊഴിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഒരു ജനതയായതുകൊണ്ട് തന്നെ സത്യസന്ധനും ദേശവാസികൾക്ക് പ്രിയങ്കരനായിട്ടുകൂടി ആ ജനതയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സർവശക്തി ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഒരു വിഭാഗം ജനങ്ങൾ പ്രവാചകന്റെ ശത്രുക്കളായി മാറി. എങ്കിൽ കൂടി തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ സത്യമാർഗത്തിന് മങ്ങലേൽക്കുന്ന രീതിയിൽ ശത്രുക്കളുമായി സന്ധി സംഭാഷണമില്ലാതെ സൃഷ്ടാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം അതേ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് സത്യത്തിന്റെ ഒരു പുതുജനതയെ വാർത്തെടുക്കാൻ നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്കറിയാലോ കൂട്ടുകാരെ, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കളെ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന മക്കൾ, മക്കളെ നിഷ്ഠുരമായി ഇല്ലാതാക്കുന്ന മാതാപിതാക്കളും, ഉമ്മപെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത കാബാലികന്മാർ, പദവിക്കും പണത്തിനും ആധിപത്യത്തിനും അധികാരത്തിനും വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് സമൂഹത്തെ ഇല്ലാതാക്കുന്ന സാമൂഹിക ദ്രോഹികൾ, ഇങ്ങനെ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾ. ഈ ജനതയ്ക്ക് നേരിന്റെ മാർഗം ലോകരക്ഷിതാവിന്റെ അനുശാസനത്തിലൂടെ പഠിപ്പിച്ചു തന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും മരിച്ചതുമായ മാസമാണ് റബീഉൽ അവ്വൽ. ആ ഓർമ്മകൾ നമ്മൾ എല്ലാ കൊല്ലവും പുതുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തോടും നമ്മോട് തന്നെ ഉണർത്തേണ്ട ഒരു കാര്യമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്ന ലോകത്ത് നടന്നിരുന്നത്, അതിലേറെ കഷ്ടത്തിലേക്കാണ് ഇന്നത്തെ ജനത പോയിക്കൊണ്ടിരിക്കുന്നത്. ആചാരങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെ അഹന്തയുടെ അന്ധകാരത്തിൽ തിമിർത്താടുന്ന നമ്മളെയോർത്ത്, എന്റെ സമുദായമേ, നിങ്ങൾക്കിതാണോ ഞാൻ പകർന്നു തന്ന സത്യമാർഗമെന്ന് ചോദിച്ചുകൊണ്ട് തേങ്ങുന്നുണ്ടാവും നമ്മുടെ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലേ കൂട്ടുകാരെ? ഓരോ വർഷവും പ്രവാചകന്റെ ജനനം നാം ഓർമ്മിച്ചു വെച്ച് സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രവൃത്തികളിൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിച്ച് നീറുകയാണ് എന്ന് നാം ഓർക്കണം കൂട്ടുകാരെ. ഇന്നത്തെ ബാല്യവും നാളത്തെ യുവത്വവുമായി സമൂഹത്തെ കാത്തുസൂക്ഷിക്കേണ്ട നമ്മൾ ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ നേരായ ജീവിതചര്യ പിൻപറ്റി നാളത്തെ സമൂഹത്തിന് മാതൃകയാകാൻ നമ്മൾക്ക് കഴിയണം എന്നാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത്. ഈ പ്രതിജ്ഞ എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അങ്ങനെ നമ്മയോർത്ത് നീറുന്ന മുത്തുനബിയുടെ മനസ്സിന് നമുക്ക് കുളിർമയേകാം. എല്ലാവരും തയ്യാറല്ലേ? ചോദ്യത്തിന് കാത്തിരുന്നു മടുത്തോ? ഇല്ലല്ലോ? ഇല്ല. നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാ. ഉഹദ് യുദ്ധത്തിൽ വഫാത്തായ നബിയുടെ പിതൃവ്യൻ ആര്? ഉത്തരം ശരി. ഉത്തരം ഹംസ റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരനായ രണ്ടാമത്തെ ചോദ്യം പാറി പറന്നു വരുന്നുണ്ടേ. അവൻ ഇപ്പോൾ ഈ മരക്കൊമ്പിൽ വന്ന് തറക്കും. നമുക്ക് പിടിക്കണ്ടേ അവനെ? എത്തുന്നുണ്ട്. കിട്ടി. എന്റെ കയ്യിലുണ്ട് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കേട്ടോളൂ. ശനിയാഴ്ച താമസ സ്ഥലത്ത് നിന്ന് വുളു എടുത്ത് ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഉംറ ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്. ഏതാണ് ആ പള്ളി? ആർക്കും ഉത്തരം അറിയില്ലേ? ചിലവർക്കൊക്കെ അറിയാം. പറഞ്ഞോളൂ. ഉത്തരം മസ്ജിദുൽ ഖുബ. അല്ല കൂട്ടുകാരെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുകയോ? ഞാനും കൂടി തരാം. ശരി, നോക്കട്ടെ. കിട്ടിയ
കിട്ടിയെന്നോ? അൽഹംദുലില്ലാ, കിട്ടിയോ? ഇന്ന് നമുക്ക് മൂന്നാമത്തെ ചോദ്യം പറയുകയല്ലേ. റൗള ഷരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അന്തിവിശ്രമം കൊള്ളുന്നത് ആരൊക്കെയാണ്? ഉത്തരം പോരട്ടെ. ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. ഈ നാലാമത്തേതല്ലേ ചോദ്യം? അവനെവിടെയാ? ഞാൻ മറന്നു, അവനെന്റെ പോക്കറ്റിലുണ്ട്. കിട്ടി. നാലാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരത്തിനുള്ള സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? മറന്നുപോയ ഉത്തരത്തിനുള്ള സമയങ്ങളൊക്കെ? ഉത്തരത്തിന് സമയമാണ്, വേഗം. ഉത്തരം ജന്നത്തുൽ ബഖിയയിൽ. ഇന്നത്തെ അവസാനത്തെ ചോദ്യം മക്കയിൽ ഖദീജ ബീവിയുടെ ചാരത്തെ അന്തിവിശ്രമം കൊള്ളുന്ന കേരളക്കാരനായ സയ്യിദ് ആരാണ്? ഉത്തരം വേഗം പറഞ്ഞോളൂ. ഉത്തരം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കുമോ? ഓക്കെ, ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ലൈവായി കാണണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചെയ്യില്ലേ? നിങ്ങളെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. ചെയ്യില്ലേ? സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. എന്നാ ശരി, നാളത്തെ 5 ചോദ്യങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം വഹീബ് അബ്ദുറൌഫ് മിസ്ബാഹുലും ഷാപ്പനങ്ങാടി.